പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന റാന്നിയിലാണ് കേട്ടോ. നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ നിങ്ങൾ എടുത്ത് കാണിക്കാം. റാന്നി പഞ്ചായത്ത്, അങ്ങാടി പഞ്ചായത്ത്, അതായത് അടുത്ത പഴവങ്ങാടി പഞ്ചായത്ത്, 3 പഞ്ചായത്ത് ഉള്ളൊരു ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് കേട്ടോ. നമുക്കറിയാം ഏതാണ്ട് 10-25 ബസ് വരെ പുതിയ MLA അംഗത്തിന് സ്വഭാവനാരായണ അദ്ദേഹം ഈ പരിപാടി അതായത് ഈ കഴിഞ്ഞ ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് വെച്ച് പുതിയൊരു പദ്ധതി കൊണ്ടുവരികയും അതിനിടയിലാണ് കല്ലുകടി എന്ന പോലെ പഞ്ചായത്തുകളുടെ കിടമത്സരം എന്നാണ് ഒരു നാട്ടുകാർക്ക് തന്നെ അറിയ സംഭവം. ഈ ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. മഴക്കാലമായ ഒരു തരത്തിലൂടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് ഈ ബസ് സ്റ്റാൻഡ്. അതായത് ഇതിന് പറയുന്നത് തെരുവിൻ്റെ എടുക്കുന്ന ഷെഡുകൾ പോലെ ബസ് സ്റ്റാൻഡ് കെട്ടുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തായി. ഓക്കെ, ആ ഫോളോ അപ്പിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. മോൻ്റെ പേരെന്നാ? വിഷ്ണു എന്ന് അറിയണമല്ലോ, എനിക്ക് വീഡിയോ എടുത്തത് അതാണ്. ഓക്കെ. നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് പല പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡ്. അതായത് ഈ ഉടനടി വാർത്ത ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പം ഞാൻ വരാവേ. അപ്പം നിങ്ങൾ ഇത് കാണണം, ഇതിൻ്റെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. ഇതുവഴി ഒരു കാരണവശാലും നമുക്ക് ഒരു ബൈപ്പാസ് വഴി ഇങ്ങോട്ട് വാഹനം കയറുക, അതുപോലെ റോഡ് തകർന്ന് കിടക്കുക കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കാണിച്ചതാണ്. ഇത് KSRTC ബസ് സ്റ്റാൻഡാണ്. ബസ് കിടക്കുന്നത് കണ്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കം കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു മഴ പെയ്താലും ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറും. കാരണം ഈ ഷെഡാണ് കണ്ടോ. ഈ ഷെഡിന് മാറ്റം വരുത്തണ്ടേ. നമ്മുടെ രാഷ്ട്രീയം ഒന്നും പറയല്ല, നാടിന് വേണ്ടി എല്ലാവരും ഒന്നിക്കുക. അവിടെ രാഷ്ട്രീയം പാടില്ല. പഞ്ചായത്ത് ഏത് പഞ്ചായത്തും ആരും ഭരിച്ചോട്ടെ, പക്ഷേ നമ്മുടെ നാട് നന്നാകണം. അതായത് നിലവിലുള്ള നമുക്കറിയാം പിന്നെ റാന്നി MLAക്ക് എടുക്കുന്ന തീരുമാനങ്ങളോട് യോജിച്ച് ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാനുള്ള എല്ലാവിധ ശ്രമങ്ങൾക്കും, അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയും ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അത് പങ്കാളിയാകുക എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി, അങ്ങനെയുള്ള വ്യാപാരി വ്യവസായ സമിതി, അങ്ങനെയുള്ളവരെല്ലാവരും അതിനകത്ത് പങ്കാളിയാകണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ. വിഷ്ണു ആണ് നമ്മുടെ ഈ പേ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ, അത് പൈസ പഠിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടോ. ഇതിനിടയ്ക്ക് അദ്ദേഹം നമ്മുടെ പയ്യനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക. ഓക്കെ, ഇതാണ് ഷെഡ്. ഇത് കണ്ടോ, ഇത് മൊത്തം ഷെഡുകളാണ്. ശാശ്വതമായിട്ടൊന്നുമല്ല, ഇതിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഇവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളൊക്കെ നമുക്കെല്ലാവരും വേണ്ടപ്പെട്ടവരാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഷെഡ് പൊളിച്ച് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം നടത്തിയാൽ തീർച്ചയായിട്ടും പഞ്ചായത്തിന് വരുമാനമാകും, അത് വ്യാപാരികൾക്ക് പ്രയോജനമാകും. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല. അതാണ് നമുക്ക് റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിനെ പറ്റി പറയാനുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ നമുക്ക് നാടിന് വേണ്ടി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒന്നിക്കുക. അതാണ് റാന്നിക്ക് വേണ്ടി ചെയ്യേണ്ടത്. നമുക്കറിയാം പത്തനംതിട്ട ജില്ല കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി, അടൂര്, അതുപോലെ തന്നെ തിരുവല്ല, ഈ പ്രദേശങ്ങളൊക്കെ നല്ല ഡെവലപ്പിംഗ് ആണത്. പക്ഷേ അതുപോലെ നമുക്ക് റാന്നിയും വളരുവാൻ ഇവിടുത്തെ വ്യാപാരികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തിനും ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിനും ഒരു മാറ്റം വരും. അതിന് പഞ്ചായത്ത് അധികൃതരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.